ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. വളരെ സമ്പന്നരായിട്ടുള്ള പല ആളുകളും ചിലയിടങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ ഇവിടെ ഡൽഹിയിലെ ചില ഹോട്ടലുകളിൽ നിന്ന് കണ്ടെത്തിയതായിട്ടുള്ള കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപയെക്കുറിച്ചും പഴയ നോട്ടുകളും പുതിയ നോട്ടുകളും ഒക്കെ തന്നെ ഇപ്പോഴും വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ നോട്ടുകൾ ആളുകൾക്ക് 2000 രൂപ പോലും കിട്ടാതിരിക്കുമ്പോഴേക്കാണ് അതിൻ്റേതായിട്ടുള്ള ബണ്ടിൽ കണക്കിന് ഇത്തരത്തിൽ പലയിടങ്ങളിലും വരുന്നത്. അതിന് പറയുകയാണ് അത് ബാങ്ക് മാനേജർമാരിൽ നിന്ന് ആ വിധത്തിൽ കിട്ടിയതാണ്. ഏത് ബാങ്ക് മാനേജർമാരിൽ നിന്ന്, ഏത് ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ കിട്ടിയത്? അത് മാത്രമല്ലല്ലോ, റിസർവ് ബാങ്ക് തന്നെ പലപ്പോഴും ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പദം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ആ ബാങ്കുകളിലെല്ലാം എന്താ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനി രാഷ്ട്രീയ നേതൃത്വമാണ് സഹകരണ സംഘങ്ങളുടെ മുകളിൽ അതിൻ്റേതായ ഭരണത്തിൻ്റെ തലപ്പത്തുള്ളത് എന്നതാണ് പ്രശ്നമെങ്കിൽ നമുക്കെല്ലാം അറിയാം, ദേശസാൽകൃത ബാങ്കുകളുടെ ഉൾപ്പെടെ ഡയറക്ടർ ബോർഡിൽ അതിൽ പലപ്പോഴും ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളല്ലാതെ വരുന്നവർ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് തന്നെയാണ്. അത് ഉദ്യോഗസ്ഥരെ പോലും വാസ്തവത്തിൽ വലിയൊരു അളവ് വരെ രാഷ്ട്രീയമായ ചായ്വിൽ തന്നെയാണ് അവിടെ ഇതെല്ലാം നിയമിക്കപ്പെടുന്നത്. ഇവിടെ സഹകരണ സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാപരമായ ചുമതലയാണ്. ഞാൻ ബാധ്യത എന്നല്ല പറയുന്നത്, കാരണം അത് ലയബിലിറ്റിയാണ്, ചുമതലയാണ്, ഡ്യൂട്ടിയാണ്. നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ളൊരു മൗലിക അവകാശങ്ങളിൽ തന്നെ പെടുന്നതാണ് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസം നിങ്ങൾക്ക് കുറച്ചുകൂടി കാത്തുകൂടെ എന്ന് ചോദിച്ചു. ശരി, അത് കാക്കുന്നത് അത്തരം കാര്യങ്ങൾ സഹകാരികൾക്കൊരു ആശ്വാസകരമായ ഒരു കാര്യമുണ്ടായി. പക്ഷേ അതിൽ പൂർണ്ണമായി ഞാൻ വ്യക്തിപരമായി ഈ ഒരു വിധിന്യായത്തിൽ ഞാൻ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടേതായിട്ടുള്ള ഈ ഒരു പരാമർശങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഞാൻ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തുറന്നു തന്നെ പറയുകയാണ്. ഒരു പഴയകാല സഹകാരി എന്നുള്ള നിലയിലും സഹകരണ രംഗത്ത് ഒരു കാർഷിക വികസന ഈ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ മാത്രം വിലയിരുത്തുന്നത് കൊണ്ടാണോ ഇങ്ങനെ എന്ന പ്രശ്നമുണ്ട്. തീർച്ചയായും കേരളത്തിൽ ഈ പറയുന്നത് പോലെയുള്ള ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളുണ്ട്, ആധുനിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, ഈ പറഞ്ഞ കള്ളനോട്ട് തിരിച്ചറിയാനൊക്കെ കൃത്യമായി കഴിയുന്ന സഹകരണ സംഘങ്ങളുണ്ട്. എന്തിനേറെ ATMകൾ പ്രവർത്തിപ്പിക്കുന്നു എന്ന് ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ BJP നേതാക്കൾ സംസ്ഥാനത്തെ സാഹചര്യത്തെക്കുറിച്ചൊരു പരാതിയായി പറഞ്ഞ സാഹചര്യം പോലുമുള്ള സഹകരണ സംഘങ്ങളുണ്ട്. ആ സഹകരണ സംഘങ്ങൾ എവിടെ കിടക്കുന്നു? രാജ്യത്ത് പൊതുസ്ഥിതി എവിടെ കിടക്കുന്നു? അത് രണ്ടും ഇതെല്ലാം ഒരുമിച്ച് നടപ്പാക്കുമ്പോഴത്തെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തിന് വെളിയിൽ പല തരത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കേണ്ടതാണ് എന്ന ഒരവസ്ഥ കൂടിയില്ലേ? സഹകരണ സംഘങ്ങളുടെ മേൽനോട്ടം, അതുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടുന്ന ഏജൻസികൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും അതിൽ വരേണ്ടതില്ല. പക്ഷേ സഹകരണ സംഘങ്ങളെ, സഹകരണ ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ മറ്റു ബാങ്കുകളുമായി അതുപോലെ അത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിലാണ് എന്ന് ധരിച്ചു കളയരുത്. ഒന്ന് എന്നുള്ളത് മൂലധനത്തിൻ്റെ നിക്ഷേപം, മൂലധനം പെരുപ്പിക്കൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ഓഹരി കമ്പോളം, അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. മറ്റൊന്ന് എന്നുള്ളത് സഹകാരികളുടെ നിക്ഷേപം എന്നുള്ളത് ആ സഹകാരികളുടെ അംഗങ്ങളുടെ അത് ഇപ്പോൾ വാസ്തവത്തിൽ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുന്നതിനപ്പുറമായി വെൽഫെയർ ഓഫ് ദ പബ്ലിക് എന്നുള്ള നിലയിലേക്ക് പോലും സഹകരണ സ്ഥാപനങ്ങൾ വളർന്നിട്ടുണ്ട്. ഇതിൽ ചിലയിടങ്ങളിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ ഒരു പക്ഷേ വഴിവിട്ട നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ എത്രയോ നമ്മുടെ ഷെഡ്യൂൾ ബാങ്കുകളിലും ദേശസാൽകൃത ബാങ്കുകളിലും എല്ലാം തന്നെ അത്തരത്തിൽ ശാഖകളിലും അത് തന്നെ അതിൻ്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരിലും എല്ലാം സംഭവിച്ചിട്ടുണ്ടല്ലോ. അത് കണ്ടുപിടിക്കുന്നത് പോലെയും അത് നിയന്ത്രിക്കുന്നത് പോലെയും അവരെ പിടികൂടി ശിക്ഷിക്കുന്നത് പോലെയുമുള്ള കാര്യങ്ങൾ അതെല്ലാം ഉണ്ടാകേണ്ടത് തന്നെയാണ്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്നുള്ളത് സഹകരണ സ്ഥാപനങ്ങളെ ഇത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഉണ്ടായ ആ നിയമത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഭേദഗതികളും പാർലമെൻറ്റ് നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഭേദഗതികളും അതിലെല്ലാം തന്നെ സഹകരണ സ്ഥാപനങ്ങൾക്കൊരു പ്രത്യേക പരിഗണന നമ്മൾ നൽകുന്നുണ്ട്. അത് ആദായ നികുതിയിൽ നിന്ന് അതിൻ്റെ നിക്ഷേപങ്ങളുടെ പലിശക്കുള്ള ഒഴിവുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരേണ്ടത്. കാരണം ഇല്ല എങ്കിൽ നമ്മുടെ രാജ്യത്ത് വിവിധ സേവന തുറകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ അവരിത്തരത്തിൽ പണമിടപാട് കൂടി നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഈ സേവനങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നത് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് MC ആഷി, ഈ സഹകാരികളുടെ ആശങ്കയെ പൂർണ്ണമായി പരിഹരിക്കാൻ പോകുന്ന ഒരു നിലപാടാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് കരുതാമോ? കാരണം ബാങ്ക് എന്ന നിലയ്ക്ക് സഹകരണ സംഘങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് തന്നെയല്ലേ ഒരർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടായത്? കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോവില്ലേ ഈ നോട്ട് കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള അനുമതി എന്നതാണ് കോടതി പ്രകടിപ്പിച്ച ആശങ്കയും. അത് വളരെ ശരിയാണ്.
ഈ വിഷയത്തിൽ പിന്നെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് പിന്നീട് തുടർന്നു വരുന്ന കാലഘട്ടത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ചില സമീപനങ്ങൾ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നത്. ഇപ്പം ബാങ്കുകളല്ല എന്ന വാദം ഇനി നിലനിൽക്കില്ല. കാരണം ഇവർ 10 മുതൽ 14 വരെ വാങ്ങിച്ചിട്ടുള്ള മുഴുവൻ പണവും RBIയോട് ഏറ്റെടുക്കുന്നതിനും അത് മാറ്റി കൊടുക്കുന്നതിനും വേണ്ടി ഗവൺമെൻറ്റിന് സമ്മതിക്കേണ്ടി വന്നു സുപ്രീം കോടതി മുമ്പാകെ. സമ്മതിച്ചില്ലെങ്കിൽ അതിന് ഉത്തരവും വരുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നിരവധി ആക്ഷേപങ്ങൾ ഒരു ബാങ്കായി പരിഗണിക്കാൻ കഴിയില്ല എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഈ വാങ്ങിച്ചതിൽ തന്നെ വലിയൊരു സംഖ്യ കള്ളപ്പണമാണെന്നും അതിൽ കള്ള നോട്ടുകളുണ്ടോ എന്ന് പറഞ്ഞിരുന്നു. ആ ആരോപണങ്ങളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. അല്ലെങ്കിൽ ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള വസ്തുതകൾ പിന്നെ സർക്കാരിന് ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചില പോരാട്ടങ്ങളും അഭിപ്രായ പിന്നെ തർക്കങ്ങളും മാത്രമാണോ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു സ്ഥിതിയാണ് ഇന്ന് കോടതിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ പണം ഏറ്റെടുത്തതിനെ സംബന്ധിച്ചോ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ ആ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളുള്ളത് സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള വിശദീകരണമോ മറുപടിയോ കണക്കുകളോ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ സഹകരണ ബാങ്കുകൾ എന്നേക്കുമായി ഇല്ലാതെ ആയി പോകുമെന്നുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നു. ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്ഥിതിയല്ല മറ്റുള്ള സ്ഥലങ്ങളിലുള്ളത്. കേരളത്തിൽ ഇത് വളരെ താഴ്ന്നിടയിൽ ഗ്രാമാന്തരങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സഹകരണ ബാങ്കിലെയാണുള്ളത്. ഏതാണ്ട് 1,30,000 കോടി രൂപ അവിടെ നിക്ഷേപമുണ്ട്. ഇവിടുത്തെ മറ്റെല്ലാ ബാങ്കുകൾക്കും കൂടി ചേർത്ത് എല്ലാം കൂടെ ചേർത്താൽ ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപയാണ് അവർക്ക് നിക്ഷേപം വരുന്നത്. പക്ഷേ അത്ര സഹകരണ മേഖല കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ബാങ്കുകൾക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തിയിരുന്ന സമയത്ത് ഈ ബാങ്കുകൾ തുടരാൻ കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് ഈ ബാങ്കുകൾ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മളിപ്പം അതിനെ റൺ ഓൺ എ ബാങ്ക് റൺ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇതൊരു സ്വകാര്യ ബാങ്കിനെതിരായിട്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രചരണം വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ HDFC ICICI പോലുള്ള ബാങ്കുകൾക്കെതിരെയൊക്കെ ആയിരുന്നു ഇത്തരത്തിലൊരു പ്രചരണം വന്നിരുന്നെങ്കിൽ നിക്ഷേപകർ കൂട്ടത്തോടെ ബാങ്കിലേക്ക് പോവുകയും വിഡ്രോ ചെയ്യുകയും ബാങ്കുകൾ ആക്രമണം ഉണ്ടാവുകയും ബാങ്ക് തന്നെ ഇല്ലാതാവുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ജനകീയ അടിത്തറ, ഇതിലെ ജനങ്ങൾക്ക് ഈ സഹകരണ മേഖലയിലുള്ളൊരു വിശ്വാസ്യത, അത് നടത്തുന്നവരോടുള്ള വിശ്വാസ്യത, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബാങ്കുകളുടെ അംഗീകാരമായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ആ അംഗീകാരത്തിൽ ഈ നാട്ടുകാർ ഈ സഹകരണ ബാങ്കുകളിൽ ഏർപ്പിച്ച വിശ്വാസം എത്രത്തോളം ഉണ്ടോ ആ വിശ്വാസത്തിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ് ഇന്ന് സുപ്രീം കോടതിയിലുണ്ടായത്. പക്ഷേ സർക്കാരിന് തന്നെ ഈ ആക്ഷേപങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിലപാട് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ 8,000 കോടി രൂപ ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ പണമാണ്. നമ്മളെല്ലാവരും പറയുന്നത് പോലെ മറ്റ് ആക്സിസ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളിലൊന്നും നിക്ഷേപിച്ചിട്ടുള്ള പണമല്ല. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാരായ കർഷകൻ്റെയും പാവപ്പെട്ടവൻ്റെയും പണമാണ്. ഈ പണം റിസർവ് ബാങ്കിലേക്ക് എത്തിയാൽ എന്നത് ഈ പുതിയ നോട്ടായി തിരിച്ച് ഈ ബാങ്കുകൾക്ക് കൊടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് കേന്ദ്ര സർക്കാരിന് നൽകാനും കഴിയുന്നില്ല. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോഴത്തെ അതേ അവസ്ഥ തന്നെയാണ്. അതായത് ഈ കോടതി ചോദിച്ചിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും ഏതാണ്ട് അതേപടി തന്നെയാണ്. ഇവിടെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിനുള്ളത്. കാരണം നോട്ടിന് ക്ഷാമമാണ് എന്നത് അവിടെ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. അല്ല, ഇതൊരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടല്ലോ. അപ്പോൾ കേസിലെ ഒരു പ്രധാന കക്ഷിയായ കേന്ദ്ര സർക്കാരിന് അവരുടെ വാദങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ അടിസ്ഥാനപ്പെടുത്തി വാദിച്ച് ജയിക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ടാണ് പുറകോട്ട് പോകേണ്ടി വന്നത്. അവർക്ക് നിലപാടൊക്കെ പഴയത് തന്നെയാണ്. സഹകരണ മേഖല ഇല്ലാതാക്കണമെന്നും സഹകരണ മേഖലയിലെ പണം സ്വീകരിക്കരുതെന്നൊക്കെ തന്നെയാണ്. പക്ഷേ അത് വാദിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്, അതിനാവശ്യമായ കണക്കുകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് ആ കോടതി അതൊരു ഉത്തരവിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവരത് ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങൾ പത്മകുമാർ, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. മുമ്പ് സ്വീകരിച്ച നിലപാട് പോലെ കർക്കശമായ ഒരു നിലപാട് തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ കോടതി സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചേനെ എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കാരണം ഈ തുക, ഈ 8,000 കോടി റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം നൽകിയതിലൂടെ, അതിനെ എതിർക്കാതിരുന്നതിലൂടെയാണ് കേന്ദ്ര സർക്കാർ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ മുമ്പത്തെ അതേ സാഹചര്യമാണ് ഈ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് അവിടെ സമ്മതിക്കേണ്ടി വരികയാണ്. ഈ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ വിഷയത്തിൽ കോടതിയിൽ ഇത് ആവർത്തിച്ച് പറയാൻ കേന്ദ്ര സർക്കാരിന് നിർബന്ധിതരാകേണ്ടി വരുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. അതും നമ്മൾ ചർച്ച ചെയ്യാതെ പോയിക്കൂടാ. കാരണം ഈ 8,000 കോടി എന്ന് തിരിച്ചു കൊടുക്കും എന്നതിന് ഒരു ഉത്തരം നൽകാൻ അറ്റോർണി ജനറലിനില്ല. അതിന് കാരണം കയ്യിൽ പണമില്ല എന്നത് തന്നെയാണ്. അപ്പോൾ അത് സമ്മതിക്കുകയാണ്. ജനങ്ങളോട് പറയുന്നതല്ല കോടതിയിൽ പറയുന്നത്.
അല്ല, എന്താണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം? ഈ പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു നിലപാടല്ലേ? ഇപ്പോൾ ആശ്വാസം കൊള്ളുന്നില്ല, അങ്ങനെ ഗവൺമെൻറ് പരാജയപ്പെട്ടു പോയി, നിലപാട് സ്വീകരിച്ച തെറ്റായിപ്പോയി എന്നൊക്കെ ഒരു തൽക്കാലം ആശ്വാസം കൊള്ളുന്നതിൽ ആർക്കും എതിർപ്പൊന്നുമില്ല, അങ്ങനെ ചെയ്തോട്ടെ. എന്താണ് വസ്തുത? ആക്ഷിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? സുപ്രീം കോടതി ഞാൻ ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഈ ആജീവനാന്തകാലം സഹകരണ ബാങ്കുകളിലെ നിരോധനം ഏർപ്പെടുത്തുമെന്നല്ലല്ലോ പറഞ്ഞത്. ഡിസംബർ 31 വരെ നിങ്ങളൊന്ന് കാത്തിരിക്കണം. അതാണല്ലോ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ആദ്യത്തെ നിലപാടും ഇന്നത്തെ നിലപാടും ആ കോടതി അംഗീകരിച്ച നിലപാടും. റിസർവ് ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? റിസർവ് ബാങ്ക് അതിനെ സംബന്ധിച്ച് അതിൻ്റെ സോഴ്സുകൾ മനസ്സിലാക്കും. ഈ എന്താണ് സഹകരണ സംഘത്തിൽ നടക്കുന്നതെന്ന് ഇപ്പോൾ നബാർഡ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ അന്വേഷണം വരട്ടെ. അതിനു മുമ്പ് ഞങ്ങളെല്ലാം ക്ലിയർ ആണ് എന്ന് പറയണ്ട. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ സഹകരണ സംഘങ്ങളെല്ലാം കള്ളപ്പണക്കാരുടെ ആണ്. പക്ഷെ കള്ളപ്പണക്കാരുടെ പൈസ അവിടെ വിനിയോഗിക്കുന്നുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആലയമായി അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി ഇതിന്റെ സോഴ്സ് ഇനി വെളിപ്പെടാൻ പോവുക തന്നെയാണ്. നിങ്ങളുടെ ആരോപണങ്ങൾ ശരിയാണോ എന്ന കാര്യത്തിൽ അത് കൃത്യമായി വസ്തുതാപരമായി തെളിയിക്കപ്പെടാൻ പോവുക തന്നെയാണ്. അത് ആ നിലയ്ക്ക് തന്നെ കരുതാം. ഞാൻ ചോദിച്ചു വന്നത്, താങ്കൾ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചോദിച്ചത് കയ്യിൽ പണമില്ല എന്നത്, കറൻസി ഇല്ല എന്നത് സുപ്രീം കോടതിയിൽ നിങ്ങൾ സമ്മതിക്കുകയാണ്. 24,000 രൂപ വീതം നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടും കൊടുക്കാൻ കഴിയുന്നില്ല എന്നത് സുപ്രീം കോടതിയിൽ ആവർത്തിച്ച് സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ആ സാഹചര്യത്തിലേക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. അപ്പോൾ കയ്യിൽ കറൻസി ഇല്ല എന്നത് സത്യമാണ്. അത് ജനങ്ങളോട് പറയുന്നില്ല, കോടതിയിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സത്യം പറയേണ്ടി വരുന്നു. ഇതല്ലേ അവസ്ഥ? അങ്ങനെയല്ല ഹർഷൻ, അങ്ങനെയല്ല. റിസർവ് ബാങ്ക് തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച്, കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് 24,000 രൂപ കൊടുക്കാൻ കഴിയുമായിരുന്നു. അതിനെ അട്ടിമറിച്ചു. അട്ടിമറിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ആ അട്ടിമറിച്ച ആളുകളാണ് ഇന്നിപ്പോ പിടിയിൽ വീണിട്ടുള്ളത്, ജയിൽ അഴികളിലായിട്ടുള്ളത്. റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ, ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഒരാളിന് 24,000 രൂപ ഒരാഴ്ചയിൽ എടുക്കാമെന്ന് പറയുമ്പോൾ 2 കോടിയും 3 കോടിയും 4 കോടിയും 100 കോടിയും ഒക്കെ ഓരോരുത്തരുടെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്നത്. അത് ഈ ഗവൺമെന്റിന്റെ എഫക്റ്റീവ്നെസ്സിനാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ തുടർ നടപടികളുടെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ തന്നെ വേണ്ടേ അതിനെ